അതിജീവിതമാരുടെ പരാതിയിൽ തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ 2 അതിജീവിതമാർ സൈബർ അധിക്ഷേപത്തിന് പരാതി നൽകിയിരുന്നു. ഇതിനോട് പ്രതികരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത്. തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന് എതിരെയാണ് 2ാമത്തെ കേസിലെ അതിജീവിത സൈബർ അധിക്ഷേപത്തിന് പരാതി നൽകിയത്. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമായിരിക്കും പരാതികളിൽ കേസെടുക്കുക. 3ാം കേസിലെ അതിജീവിത 2 പരാതികൾ നൽകി. ഈ പരാതിയിൽ നിയാസ് മലബാറി അടക്കമുള്ളവർക്കെതിരെ പരാമർശമുണ്ട്. കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധന നടത്തി കേസെടുക്കുമെന്നും ആദ്യ പരാതി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും 2-3 പരാതികൾ കാസർഗോഡ്, പത്തനംതിട്ട സൈബർ പോലീസ് അന്വേഷിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ വാർത്തകൾക്കൊപ്പമാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സാധാരണ അല്പം കൂടി ക്രൗര്യഭാവത്തിലുള്ള ഫോട്ടോകളാണല്ലോ എൻ്റെ കൊടുക്കാറ്. ഇതിപ്പോൾ എന്തുപറ്റി? പിന്നെ അടിയന്തര നിർദ്ദേശം കൊടുക്കുന്ന DGPയോട് ഞാൻ കൊടുത്ത പരാതികൾ കൂടി വായിച്ചെങ്കിലും നോക്കാൻ പറയണം. നിഷ്പക്ഷനാണ് എന്ന് തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ പിൻസീറ്റ് ഡ്രൈവർ നടത്തുന്ന ശശിയെ IPS ഹോണററി കൊടുത്ത് DGP ആക്കിയേക്ക്. ഞാനിതുവരെ എന്തെങ്കിലും സൈബർ ആക്രമണം നടത്തുകയോ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതിയോ ഉണ്ടോ? എന്നിട്ടും എൻ്റെ ചിത്രം എന്തിനാണ് കൊടുത്തേക്കുന്നത്? ഇപ്പോൾ ഈ മാധ്യമങ്ങൾ എനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന് ആര് കേസെടുക്കും? പിന്നെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? അറ്റവും മുറിയുമല്ല, കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവുകളും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല. അതേസമയം പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയായി മറ്റൊരു കോൺഗ്രസ് നേതാവും സ്ത്രീവിരുദ്ധതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഇവരെ സൂക്ഷിക്കണം എന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി പാലക്കാട് സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉൾപ്പെടെ പരിഹാസരൂപേണ സംസാരിച്ചത്. എന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞതെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും. എന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണ് പാലക്കാട് MLA എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സ്ത്രീവിരുദ്ധതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ത്രീകൾ സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്.